നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Jacks. Happy keeps everybody happy. അമേരിക്കയെ ഭയന്ന് ഭാരതത്തോടടുത്ത ചൈന. രാഷ്ട്രപതിക്ക് കത്തയച്ച ഷി ജിൻപിങ്. സഹകരണം ദൃഢമാക്കണമെന്നും ഒരുമിച്ച് നിൽക്കണമെന്നും കത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക്. ഷി ജിൻപിങ്ങുമായി ചർച്ച നാളെ. പുന്നമടയിൽ ജലമാമാങ്കത്തിന് തുടക്കം. ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിച്ചു. നെഹ്റു ട്രോഫി ജലരാജാവിനെ ഇന്നറിയാം. മാറ്റുരയ്ക്കുന്നത് 75 കളിവള്ളങ്ങൾ. ആവേശ കാഴ്ചകളുമായി ജനം ടിവിയും. തുടങ്ങുകയാണ് കിഴക്കൻ ചക്രവാള സീമയിൽ ഉദിച്ചുയർന്ന സൂര്യനത ഈ സുന്ദര മത്സരത്തിന് സാക്ഷിയാകാൻ കാത്തുകിടക്കുകയാണ്. ആഗോള അയ്യപ്പ ഭക്ത സംഗമം നിയന്ത്രിക്കുന്നത് AKG സെന്റർ എന്ന് കുമ്മനം രാജശേഖരൻ. അയ്യപ്പൻ ധർമ്മശാസ്താവാണ്, പണത്തിന്റെ വേർതിരിവില്ല. ധർമ്മശാസ്താവാണ്, അവിടെ ധർമ്മത്തിനാണ് വില. സമദർശനത്തിൻ്റെ സന്നിധാനമാണ് ശബരിമല. അവിടെ പണക്കാരനെന്നോ ഭരണാധികാരിയെന്നോ ഉള്ള വിവേചനമൊന്നുമില്ല. വിശ്വാസികളുടെ സംഗമത്തിൽ പങ്കെടുക്കുന്നത് അവിശ്വാസികൾ. ഉദ്ഘാടകനായ മുഖ്യമന്ത്രി വിശ്വാസിയാണോ എന്നും കുമ്മനം. ആരോപണങ്ങളിൽ സന്ദീപ് വാര്യർ മറുപടി അർഹിക്കുന്നില്ലെന്ന് C കൃഷ്ണകുമാർ. അനാഥ പ്രേതങ്ങളുടെ ആരോപണങ്ങൾക്ക് മറുപടിയില്ല. കോൺഗ്രസ് നേതൃത്വം ആരോപണം ഉന്നയിച്ചാൽ മറുപടി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ MLA ഓഫീസിലേക്ക് നടത്തിയ BJP മാർച്ചിൽ സംഘർഷം. പൊതുപരിപാടികളിൽ നിന്നും രാഹുലിനെ തടയുമെന്ന് BJP. വൻ സ്വീകാര്യത ഏറ്റുവാങ്ങി ജനം TV ഓണവണ്ടി. ആലപ്പുഴ ജില്ലയിൽ പ്രയാണം തുടരുന്നു. ജനം TV ഓണപ്പൂക്കള മത്സരം കോഴിക്കോട്. മലബാറിൽ വൻ പങ്കാളിത്തം. കണ്ണൂർ കണ്ണപുരത്ത് സ്ഫോടനം. വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിനെതിരെ കേസ്. ക്രൈംബ്രാഞ്ച് ACPയുടെ നേതൃത്വത്തിൽ അന്വേഷണം. സ്ഫോടനം ബോംബ് നിർമ്മാണത്തിനിടെയെന്ന് സൂചന. മരിച്ചത് അനൂപിന്റെ ബന്ധു മുഹമ്മദ് ആഷാം. CPM-നും കോൺഗ്രസിനും വിമർശനവുമായി BJP. അധിക താരിഫ് നിയമവിരുദ്ധമെന്ന് US അപ്പീൽ കോടതി. US നടപടി നിയമപരമായി നിലനിൽക്കില്ല. കോടതി വിധി പക്ഷപാതപരമെന്ന് സമൂഹമാധ്യമത്തിൽ ട്രംപ്. അധിക താരിഫിന് പിന്നിൽ ട്രംപിന്റെ വൈരാഗ്യമെന്ന് രാജ്യാന്തര ധനകാര്യ സ്ഥാപനമായ ജെഫ്രീസ്. സർക്കാർ ധൂർത്തിനായി വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ കൈയിട്ടുവാരൽ. വികസന സദസ്സിന്റെ ചെലവ് തദ്ദേശ സ്ഥാപനങ്ങൾ വഹിക്കണമെന്ന് ഉത്തരവ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പരിപാടിക്ക് മുടക്കേണ്ടത് 22 കോടിയിലധികം. ജനം ബ്രേക്കിംഗ്. ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് തിരിച്ചു. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി ചർച്ച നടത്തും. 7 വർഷത്തിന് ശേഷമാണ് മോദിയുടെ ചൈന സന്ദർശനം. US താരിഫ് നയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭാരതവും ചൈനയും നടത്തുന്ന ചർച്ച ലോകരാഷ്ട്രങ്ങളും ഉറ്റുനോക്കുകയാണ്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, പറയൂ. രോഹിണി, അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടോക്കിയോയിൽ നിന്ന് ചൈനയിലേക്ക് ഇപ്പോൾ തിരിച്ചിരിക്കുന്നത്. ചൈനയിൽ നടക്കുന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ യോഗത്തിൽ പങ്കെടുക്കുക, അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച 2 തവണ കൂടിക്കാഴ്ച നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് കൂടിക്കാഴ്ച ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ സമ്മേളനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഒപ്പം ചേർന്ന് അനുബന്ധമായി തന്നെ 2 തവണ അദ്ദേഹം ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച നടക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ടോക്കിയോയിൽ വിവിധങ്ങളായ പരിപാടികൾ
അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്ന് ഏറ്റവും സുപ്രധാന പരിപാടി എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു പ്രധാന സെമി കണ്ടക്ടർ ഫാക്ടറി സന്ദർശിക്കുകയായിരുന്നു. സെമി കണ്ടക്ടർ രംഗത്തും അതുപോലെ തന്നെ അനുബന്ധ ഇലക്ട്രോണിക് വ്യവസായ രംഗത്തും ഭാരതവും ജപ്പാനും സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള നിരവധി നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ധാരണകളുണ്ടായിരുന്നു. ആ ധാരണകളുടെ കൂടി ഭാഗമായാണ് ഈ സെമി കണ്ടക്ടർ ഫാക്ടറി സന്ദർശിക്കുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാന വിഷയം ബുള്ളറ്റ് ട്രെയിനിലൊരു യാത്രയും അദ്ദേഹം ബുള്ളറ്റ് ട്രെയിനിലാണ് സെൻഡൈ എന്ന് പറയുന്ന നഗരത്തിൽ നിന്ന് ജപ്പാനിലെ സെൻഡൈ നഗരത്തിൽ നിന്നും ടോക്കിയോയിലേക്ക് ഏതാണ്ട് 350 കിലോമീറ്ററോളം ബുള്ളറ്റ് ട്രെയിനിലാണ് അദ്ദേഹം യാത്ര ചെയ്തത്. ബുള്ളറ്റ് ട്രെയിനിൻ്റെ സൗകര്യങ്ങളും അത് ഏത് രീതിയിലാണ് പ്രയോജനപ്പെടുത്തുക, അതുപോലെ തന്നെ ഭാരതത്തിലെ അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ കോറിഡോറിൽ അത് പ്രയോജനപ്പെടുത്താനുള്ള സാധ്യത എത്ര എന്നെല്ലാം തന്നെ നേരിട്ട് അനുഭവിച്ചറിയുന്നതിൻ്റെ ഭാഗമായാണ് അദ്ദേഹം ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്യുകയും ചെയ്തത്. ഭാരതം ആ ട്രെയിൻ വാങ്ങാനുള്ള അല്ലെങ്കിൽ ബുള്ളറ്റ് ട്രെയിൻ സാങ്കേതികവിദ്യ വാങ്ങാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു, അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന വിവരവും പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ആ ട്രെയിനിൽ യാത്ര ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ജപ്പാനിലെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയുടെ വേളയിലും അദ്ദേഹം പറഞ്ഞത് മൊബിലിറ്റിയുമായി ബന്ധപ്പെട്ട വിവിധ രംഗങ്ങളിൽ ഗ്രീൻ മൊബിലിറ്റിയുമായി ബന്ധപ്പെട്ട വിവിധ രംഗങ്ങളിൽ സഹകരിക്കുമെന്ന് നിലപാട് അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ യാത്രയും നടന്നത്. ഏറ്റവും സുപ്രധാനമായ വിഷയം ആധുനിക കാലഘട്ടത്തിലെ വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ സുപ്രധാന വ്യവസായ രംഗങ്ങളായ സെമി കണ്ടക്ടർ രംഗത്തും അതുപോലെ തന്നെ ഗ്രീൻ എനർജി രംഗത്തും അതുപോലെ തന്നെ ഗ്രീൻ മൊബിലിറ്റി രംഗത്തും കാര്യമായ സംഭാവന ജപ്പാനിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും ഭാരതത്തിന് എന്ന് ഉറപ്പ് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്യുകയും ആ ബുള്ളറ്റ് ട്രെയിനിൻ്റെ യാത്രയ്ക്കിടെ മറ്റു പല വിഷയങ്ങളും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ജപ്പാനിലെ സന്ദർശനം അവസാനിപ്പിച്ച് അദ്ദേഹം ചൈനയിലേക്ക് വിമാനം കയറി എന്നാണ്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. മുട്ടിൽ മരം മുറി കേസിൽ ഉൾപ്പെട്ട മരങ്ങളിൽ പലതും കടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നിരുന്നതായും വെളിപ്പെടുത്തൽ. നിയമവിരുദ്ധമായി മുറിച്ചെടുത്ത മരം പെരുമ്പാവൂരിനടുത്തുള്ള ഒരു ടിമ്പർ ഡിപ്പോയിലേക്കാണ് കടത്തിയത്. വനം വകുപ്പിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് മരം തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. പാസുകളില്ലാതെ മരം കടത്തിയത് മില്ലിന്റെ ഉടമ തന്നെ മുതിർന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ അറിയിക്കുകയായിരുന്നു. കേസിൽ അട്ടിമറി നടന്നുവെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു ഇക്കാര്യം തുറന്നു പറഞ്ഞത്. സർ, ഇതിനു മുൻപ് ഈ മുറിച്ച തടികൾ മുഴുവൻ ഒരു ടിമ്പർ ഡിപ്പോയിലേക്ക് കടത്തി എന്ന ചില വിവരങ്ങൾ വന്നിരുന്നു. അത് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളതാണെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? ആ ടിമ്പർ ഡിപ്പോയുടെ ഉടമസ്ഥൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകളും ചില ഇൻഫർമേഷനും ഇതിൽ നിർണായകമായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിൻ്റെ വസ്തുത എന്താണ്? ഈ മുറിച്ചു വീഴ്ത്തിയ മരങ്ങൾ വയനാട്ടിൽ നിന്ന് ഫെബ്രുവരി മാസം 3-ാം തീയതി ഒരു ലോറി നിറയെ വീട്ടിമരങ്ങൾ തടികൾ എറണാകുളത്തേക്ക് കയറ്റിക്കൊണ്ടുപോയിട്ടുണ്ട്. എറണാകുളത്ത് കരിമുകൾ എന്ന സ്ഥലത്തുള്ള മലബാർ ടിമ്പർ ട്രേഡേഴ്സ് എന്ന മര വ്യാപാര സ്ഥാപനത്തിലാണ് അത് ഇറക്കിയത്. അത് അവിടെ ഇറക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ റെക്കോർഡ്സ് ചോദിച്ചപ്പോൾ മരം കൊണ്ടുചെന്നവർ അത് കൊടുത്തിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഡിപ്പോയിലെ ഉടമസ്ഥൻ MM അലിയാർ എന്നാവട്ടെ അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം നോർത്ത് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിനെ അറിയിച്ചു. കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് വയനാട്ടിലെ ഫോറസ്റ്റ് ഓഫീഷ്യൽസിനെ അറിയിച്ചു. അതിൻ്റെ ഫലമായിട്ട് റേഞ്ച് ഓഫീസർ ഷമീർ ഇവിടെ നിന്ന് പോയിട്ട് 8/2/2021 തീയതി ആ മരം കസ്റ്റഡിയിലെടുത്ത് തിരിച്ചു ഇവിടെ കൊണ്ടുവന്നു. ഇപ്പോൾ ഡിപ്പോയിലുണ്ട്. ഇനി ആ മരം കൊണ്ടുപോകുന്ന സാഹചര്യം ഇതിനകത്ത് പല സംശയങ്ങളും ഉളവാക്കുന്നുണ്ട്. ആ മരം ഈ മരങ്ങളെല്ലാം കടത്തിക്കൊണ്ടുപോകാനുള്ള പാസ് അനുവദിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട കക്ഷികൾ റേഞ്ച് ഓഫീസറെ സമീപിച്ചപ്പോൾ റേഞ്ച് ഓഫീസർ ഈ ഉത്തരവിധിൻ്റെ നിയമസാധുതയെക്കുറിച്ച് ഉള്ള സംശയം മൂലം എനിക്കൊരു കത്ത് തന്നിരുന്നു. ഇതിൽ ഒരു നിയമോപദേശം വേണമെന്ന് പറഞ്ഞു. എനിക്ക് കിട്ടിയ കത്ത് 27-ാം തീയതി ജനുവരി 27-ന് എനിക്ക് കത്ത് കിട്ടി. ഞാൻ 29-ാം തീയതി ഒരു ലീഗൽ ഒപ്പീനിയൻ എഴുതി കൊടുത്തു. ഇത് മരം മുറി നടന്നത് നിയമവിരുദ്ധമാണ്. ഈ മരം സർക്കാരിൻ്റെ പ്രോപ്പർട്ടിയാണ്, ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. അത് ആർക്കും മുറിച്ചെടുക്കാൻ അനുമതിയില്ലാത്തതായിരുന്നു. ഇത് കടത്തിക്കൊണ്ടുപോകാൻ പാടില്ല, കടത്തിക്കൊണ്ടുപോകുന്നതിന് ട്രാൻസിറ്റ് പാസ് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ റേഞ്ച് ഓഫീസർക്ക് കൊടുത്തു. അതോടുകൂടിയാണ് ആ മരം പോകാതെ ഇവിടെ കിടക്കുന്നതും പെട്ടെന്ന് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായത്. പിന്നെ ആ മരം കടത്തിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് റേഞ്ച് ഓഫീസറുടെ മൊഴിയുണ്ട് ഹൈക്കോടതി കൊടുത്തിരിക്കുന്നതിൽ. പിന്നെ CCFൻ്റെ മൊഴിയിൽ വ്യക്തമാണ്. റേഞ്ച് ഓഫീസർ മരം കടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ
ഈ മരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒരു സ്പഷ്ടീകരണം ചോദിച്ചുകൊണ്ട് തഹസിൽദാർക്ക് ഒരു കത്തെഴുതിയിരുന്നു 29-ാം തീയതി. തഹസിൽദാർ മറുപടി കൊടുത്തില്ല. പിന്നെ ദിവസം DFO ഇതിന് സ്പഷ്ടീകരണം ചോദിച്ചുകൊണ്ട് അന്നത്തെ ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ളയ്ക്ക് കത്തെഴുതിയിരുന്നു. അവരും ഒരു വ്യക്തത വരുത്തിയില്ല. അതിന് ശേഷമാണ് ഇത് റിജക്റ്റ് ചെയ്യുന്നതും പാസ് റിജക്റ്റ് ചെയ്യുന്നതും പിന്നീട് അവർ യാതൊരു രേഖകളും ഇല്ലാതെ ഈ മരം കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. മുട്ടിൽ മരമുറി കേസ് പോലീസ് അട്ടിമറിച്ചതോടെ സ്വതന്ത്ര ഏജൻസി അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. കൃത്യമായ കുറ്റപത്രം സമർപ്പിക്കാതെ പ്രതികളെ രക്ഷിക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് വയനാട്ടിലെ പരിസ്ഥിതി പ്രവർത്തകർ CBI അന്വേഷണം അനിവാര്യമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. മുട്ടിൽ മരമുറി കേസ് പൂർണ്ണമായും അട്ടിമറിച്ചതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ ജനം TV-യോട് വ്യക്തമാക്കിയിരുന്നു. നിലവിലെ ചീഫ് സെക്രട്ടറി A. ജയതിലകിന്റെയും അന്നത്തെ വയനാട് ജില്ലാ കളക്ടർ അദീല അബ്ദുള്ളയുടെയും പങ്ക് പുറത്തുവരികയും ചെയ്തു. ഉന്നത പദവിയിൽ തുടരുന്ന ഉദ്യോഗസ്ഥർ ഇനിയും കേസ് അട്ടിമറിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നതായും ആശങ്കയുണ്ട്. ഈ സാഹചര്യത്തിലാണ് CBI പോലുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. ഈ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢമായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊണ്ട് നടത്തിച്ചതെന്നും ഈ കേസ് തോൽക്കണമെന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യം സർക്കാരിനുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും ആ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ ലഭ്യമാക്കി കൊടുക്കുന്നതിനും പുനരന്വേഷണത്തിന് വേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ഇത് പൊതുജനങ്ങളുടെ മുതലാണ്. ഈ പൊതുജനങ്ങളുടെ മുതൽ കൊള്ളയടിക്കുന്ന ഈ കൊള്ളക്കാർക്ക് കൂട്ടുനിൽക്കുന്ന ഈ സർക്കാരിൻ്റെ നടപടി തികച്ചും ഈ ജനതയെ വഞ്ചിക്കുന്നതാണ്. അത്തരത്തിൽ പുനരന്വേഷണത്തിന് വേണ്ടി ഉത്തരവിടാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഏറ്റവും അടിയന്തരമായി CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും മുറിച്ചുമാറ്റിയ മരങ്ങൾ എവിടെയെന്ന് കണ്ടെത്താൻ പോലും ഇതുവരെ പോലീസിനോ മറ്റ് സംവിധാനങ്ങൾക്കോ ആയിട്ടില്ല. കോടതിയലക്ഷ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേസിൽ വ്യക്തമാകുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ സ്വതന്ത്ര അന്വേഷണം അനിവാര്യമെന്ന നിലപാടിലാണ് പരിസ്ഥിതി പ്രവർത്തകർ. ന്യൂസ് ഡെസ്ക് ജനം. ജലമാമാങ്കം. കിഴക്കിന്റെ വെനീസിൽ ഇന്ന് ജലോത്സവ മേളപ്പെരുക്കം. 71ാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് പുന്നമടക്കായലിൽ തുടക്കമായി. ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിച്ചു. 21 ചുണ്ടൻ വള്ളങ്ങളടക്കം 75 കളിവള്ളങ്ങൾ പുന്നമടയിലെ അങ്കത്തട്ടിൽ പോരിനിറങ്ങും. വൈകുന്നേരം 4ഓടെ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ നടക്കും. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, പറയൂ, ആവേശ പോരാട്ടം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പോൾ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനിയും ഉദ്ഘാടന ചടങ്ങും അത് കഴിഞ്ഞാൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം. ഏറ്റവും ആവേശത്തോടെ കാണികൾ കാത്തിരിക്കുന്ന ആ ജലോത്സവത്തിലെ മത്സര വള്ളംകളിയുടെ ഏറ്റവും മൂർധന്യത്തിലേക്ക് എത്തുകയാണ്. അത്തരത്തിൽ ഇവിടെ വലിയ രീതിയിലുള്ള ജലോത്സവ പ്രേമികളുടെ കൂട്ടം തന്നെ കാണാൻ സാധിക്കും. ഇവിടെ ആകെ തന്നെ പുന്നമടയുടെ ഇരു കരകളിലും ഏതാണ്ട് 1150 മീറ്റർ നീളമുള്ള ഈ ട്രാക്കിൻ്റെ ഇരുവശങ്ങളിലും ജലോത്സവ പ്രേമികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആർപ്പുവിളികളും വഞ്ചിപ്പാട്ടുകളുമായി അവർ എല്ലാം വലിയ ആവേശത്തിലാണ്. അവിടേക്കാണ് 40 ദിവസത്തോളം വരെ പരിശീലനം നടത്തിയ ചുണ്ടൻ വള്ളങ്ങൾ മത്സരത്തിനായി എത്തുന്നത്. അവർ എത്തുമ്പോൾ ആ വള്ളങ്ങളിലെ തുഴച്ചിൽക്കാർക്കെല്ലാം ആവേശം പകരാൻ അവരുടെ വീര്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് ഓരോ കരയിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള ചുണ്ടൻ വള്ള പ്രേമികൾ നടത്തുന്നത്. ആ രീതിയിൽ വലിയ ഒരു ആവേശം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഇവിടേക്ക് ജലോത്സവത്തിൻ്റെ ആവേശത്തിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ചുണ്ടൻ വള്ളങ്ങളുടെയും മറ്റു ഹീറ്റ്സ് നിരീക്ഷിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇതിലുള്ള വിലയിരുത്തൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പം ഈ പ്രാവശ്യം നിരവധി ബോട്ട് ക്ലബ്ബുകളാണ് വലിയ രീതിയിലുള്ള പരിശീലനത്തോടെ എത്തുന്നത്. അപ്പോൾ ഒരു പക്ക പ്രൊഫഷണൽ രീതിയിലേക്ക് ഈ ചുണ്ടൻ വള്ളങ്ങളുടെ പ്രകടനം മാറുമല്ലേ? തീർച്ചയായിട്ടും നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നത് 75 കളിവള്ളങ്ങൾ ഈ വർഷം പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ കളിവള്ളങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ചുണ്ടൻ വള്ളങ്ങളുടെ ഏറ്റവും ആവേശകരമായ മത്സരമാണ് നെഹ്റു ട്രോഫിയെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. ആ തരത്തിൽ 21 ചുണ്ടൻ വള്ളങ്ങളാണ് ഈ വർഷം നെഹ്റു ട്രോഫിയിൽ മത്സരിക്കാനായിട്ടുള്ളത്. അതിൽ ഡബിൾ ഹാട്രിക്, തുടർച്ചയായി ഡബിൾ ഹാട്രിക് എന്ന സ്വപ്ന ലക്ഷ്യവുമായി വരുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ മേൽപ്പാടം ചുണ്ടൻ അത് ഇത്തവണ സാധ്യമാക്കുമോ എന്നുള്ളതാണ് ഈ നെഹ്റു ട്രോഫി നമ്മുടെ മുന്നിൽ വെക്കുന്ന സസ്പെൻസ് എന്ന് വന്നത്. നെഹ്റു ട്രോഫിയിൽ ഡബിൾ ഹാട്രിക് എന്ന ലക്ഷ്യവുമായി വരുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് തടയിടുവാൻ മറ്റേതെങ്കിലും ബോട്ട് ക്ലബിന് കഴിയുമോ എന്നുള്ളതാണ് ഈ നെഹ്റു ട്രോഫിയിലെ അടുത്ത വരും മണിക്കൂറുകളിലെ ശ്രദ്ധേയമായ ചോദ്യം.
മറ്റേതൊക്കെ ചുണ്ടൻ വള്ളക്കാണ് സാധ്യത കൽപ്പിക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, അതോടൊപ്പം നിരണം ബോട്ട് ക്ലബ്ബ്, നിരണം ചുണ്ടനിൽ തുഴയുന്ന നിരണം ബോട്ട് ക്ലബ്ബ്, കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് പായിപ്പാടൻ വള്ളത്തിൽ തുഴയുന്നു. അതുപോലെ കഴിഞ്ഞ വർഷം തലനാരിഴയ്ക്ക് നെഹ്റു ട്രോഫി നഷ്ടമായ കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് വിയപുരം ചുണ്ടനിൽ തുഴയുന്നു. UBC കൈനഗരി, കുട്ടനാടിൻ്റെ ഹൃദയതാളം എന്നറിയപ്പെടുന്ന UBC കൈനഗരി തലവടി ചുണ്ടനിൽ തുഴയുന്നു. കാരിച്ചാൽ ചുണ്ടൻ ഇതാദ്യമായി കരക്കാരുടെ കൂട്ടായ്മയിൽ കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ് തുഴയുന്നു. ഈ ബോട്ട് ക്ലബ്ബുകളെല്ലാം ഈ തവണ കലാശ പോരാട്ടത്തിന് ആദ്യ 4-ൽ 1 ആവേശകരമായ മത്സരത്തിന് രംഗത്ത് വരും. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ നെഹ്റു ട്രോഫി വലിയ ആവേശത്തിലേക്കാണ് പോകുന്നത്. ചെറുവള്ളങ്ങളുടെ പരിശീലനമൊക്കെ ഏത് രീതി? തീർച്ചയായിട്ടും ചുണ്ടൻവള്ളങ്ങൾ പോലെ തന്നെ ചെറുവള്ളങ്ങൾക്കും നെഹ്റു ട്രോഫി എന്ന് പറയുന്ന അഭിമാനകരമായ പോരാട്ടമാണ്. മറ്റ് പല നെട്ടായങ്ങളിൽ നടക്കുന്ന വള്ളംകളികളിലും നെഹ്റു ട്രോഫിയിലെ വിജയങ്ങളാണ് അവിടെ കമൻറ്റേറ്റർമാർ പോലും പറയുന്നത്. അതുകൊണ്ട് നെഹ്റു ട്രോഫിയിലൊരു വിജയം ചെറുവള്ളങ്ങൾക്കും ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് വെപ്പ് A ഗ്രേഡ് വള്ളങ്ങളൊക്കെ തന്നെ പുറത്തുനിന്നുള്ള പ്രൊഫഷണൽസിനെ ഉൾപ്പെടെ ഇറക്കിയാണ് ഈ വർഷവും കഴിഞ്ഞ വർഷവും ഒക്കെ മത്സരരംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മത്സരങ്ങളും ഈ വർഷം ആവേശം നിറഞ്ഞായിരിക്കും എന്നുള്ള ഒരു ഉറപ്പാണ്. അതുതന്നെയാണ് ഓരോ വള്ളങ്ങളും, അത് ചെറുവള്ളങ്ങളായാലും ചുണ്ടൻ വള്ളങ്ങളായാലും എല്ലാം വലിയ തയ്യാറെടുപ്പുകളോടെ എത്തുന്നു. അവർ പ്രൊഫഷണൽസിനെ ഇറക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു. അവർ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഇവിടെ തുഴയെറിയാൻ സാധിക്കുക എന്നത് തന്നെയാണ് അവരുടെ പ്രാർത്ഥനയും. ആ രീതിയിൽ ഓരോ വള്ളങ്ങളും വിജയം മാത്രം ലക്ഷ്യം വെച്ച് വരുമ്പോൾ വലിയ രീതിയിലുള്ള ആവേശം അത് ഓരോ വള്ളങ്ങളുടെ ആരാധകരിലേക്കും എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. ഇവിടെ ഉള്ള കാണികളുടെ ഒരു ആവേശം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. വലിയ പ്രതീക്ഷയോടെ വിവിധ കരകളിൽ നിന്നെത്തിയതാണ്. വിവിധ ചുണ്ടൻ വള്ളങ്ങളെ പ്രതിനിധീകരിച്ച് എത്തിയവരുണ്ട്. അവരുടെ ഒരു പ്രതീക്ഷ എത്രത്തോളമാണ് എന്നുകൂടി നമുക്ക് നോക്കാം. എന്തുതന്നെയായാലും വലിയ ആവേശത്തോടെ ഈ വള്ളംകളിയെ കാണുന്നവരാണ്. ഇവർ പായിപ്പാട് ചുണ്ടൻ്റെ ആരാധകരാണ്. അവരുടെ ഒരു ആവേശം നമുക്കൊന്ന് പരിശോധിക്കാം. എന്തുതന്നെയായാലും വലിയ ആവേശം. എങ്ങനെ കാണുന്നു ഈ വർഷത്തെ നെഹ്റു ട്രോഫി ജലമേളയിലെ പ്രതീക്ഷ? ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. പായിപ്പാട് ചുണ്ടൻ ജനൻ TV എന്നും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ജനൻ TVയോട് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് നന്ദി രേഖപ്പെടുന്നു. ആദ്യമായിട്ട് പായിപ്പാട് വള്ളമെന്ന് പറയുന്നത് പുരാതനമായിട്ട് വള്ളംകളി ചരിത്രമുള്ള പായിപ്പാട് വള്ളംകളിയാണ്. ആ പായിപ്പാട് വള്ളംകളിയിലെ ഞങ്ങളുടെ മുത്തവിട്ട പായിപ്പാടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ പായിപ്പാട് വള്ളം ഇക്കുറി 4 തവണ ഒരു ഹാട്രിക്കും എടുത്ത്, അത് കഴിഞ്ഞ് ഒരു ട്രോഫി എടുത്ത് ശേഷം ഹാട്രിക്ക് നേടിയ ഏക ചുണ്ടനാണ് പായിപ്പാട് ചുണ്ടൻ. അത് ആദ്യത്തെ വർഷം 2005-ൽ ഏറ്റവും കൂടുതൽ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കുട്ടനാട്ടുകാർ പറയുന്ന കൊടിപ്പാട് വ്യത്യാസത്തിൽ വന്ന ഏറ്റവും കൂടുതൽ നെഹ്റു ട്രോഫിയിൽ ചരിത്രം നേടിയ പായിപ്പാട് വള്ളമാണ്. ആ പായിപ്പാട് വള്ളത്തിന് ആത്മാർത്ഥത്തോടെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ ഇക്കുറി പായിപ്പാടം വള്ളം ആ ഹാർട്ടിക്കെടുത്ത പള്ളാത്തുരുത്തിയെ പിടിച്ചു കെട്ടാൻ 2005, 2007 ഹാർട്ടിക്കെടുത്ത പായിപ്പാട് കുമരകം ടൗണോട് വന്നിട്ടുണ്ട്. ഇത്തവണ പള്ളാത്തുരുത്തിയെ തോൽപ്പിച്ച് 5 തോൽപ്പാടിനെങ്കിലും പള്ളാത്തുരുത്തി തോൽപ്പിക്കുക. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. പള്ളാത്തുരുത്തിയെ തോൽപ്പിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത്തവണ കുമരകം ടൗണിന്റെ എങ്ങനെയുണ്ട് പ്രകടനം? ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് കഴിഞ്ഞ വർഷം എടുത്ത പെർഫോമൻസ് നിങ്ങൾക്ക് അറിയാം. ഈ വർഷം അതിനെ വെല്ലുന്ന പ്രകടനമാണ്. പള്ളാത്തുരുത്തിയെ പിടിച്ചു കെട്ടാൻ ഞങ്ങൾ വിട്ട അശ്വമേധമാണ് കുമരകം ടൗണും പായിപ്പാടനും. കുമരകം ടൗൺ എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ടീമായിട്ട് കുമരകം ടൗൺ വന്നിട്ടുണ്ട്. ഒരു വഞ്ചിപ്പാട്ട് പാടണോ? ഒരു വഞ്ചിപ്പാട്ടൂടെ പാടാം. ഒരു നാടൻ പാട്ട് പാടാം. ബാ ഒരു കുട്ടനാടൻ നാടൻ പാട്ട് പാടാം. തിനെന്തം പാടിയല്ലോ തിന്തിനെന്തം പാടിയല്ലോ നമ്മളൊന്നാണേ പാടാം നമ്മളൊന്നാണേ. തിനെന്തം പാടിയല്ലോ തിന്തിനെന്തം പാടിയല്ലോ നമ്മളൊന്നാണേ പാടാൻ നമ്മളൊന്നാണേ. പണ്ട് വാഴി തമ്പുരാക്കത്തായി നമ്മൾ തമ്പ് വലിച്ചേ മണി മഞ്ചൽ ചുമന്ന് തിനെന്തം പാടിയല്ലോ തിന്തിനെന്തം പാടിയല്ലോ നമ്മളൊന്നാണേ പണ്ടു നാടുവായി തമ്പുരാക്കൾക്കായി നമ്മൾ
രണ്ടു വലിച്ച് മണി മഞ്ചൽ ചുവന്ന് തിരുന്തം പാടിയല്ലോ തിരുന്തം പാടിയല്ലോ നമ്മളൊന്നാടേ പട നമ്മളൊന്നാടേ താത്തു കൊയ്യടി തളത്തി കൊയ്യടി നീട്ടി കൊയ്യടി നീളത്തി കൊയ്യടി നമ്മളൊന്നാണ് പടം നമ്മളൊന്നാണ് നമ്മളൊന്നാണ് പടം നമ്മളൊന്നാണ് അർജുന സാരഥിയായി അർജുന സാരഥിയായി അർജുന സാരഥിയായി വിശ്വനാഥനാദുകാലം അർജുന സാരഥിയായി വിശ്വനാഥനാദുകാലം അർജുന സാരഥിയായി വിശ്വനാഥനാദുകാലം അർജുനനും തേരിലേറി അർജുനനും തേരിലേറി അർജുനനും തേരിലേറി തിരിച്ചു വേഗം അർജുനനും തേരിലേറി തിരിച്ചു വേഗം അർജുനനും തേരിലേറി തിരിച്ചു വേഗം മുൻപിലങ്ങു ഗൗരവന്റെ മുൻപിലങ്ങു ഗൗരവന്റെ മുൻപിലങ്ങു ഗൗരവന്റെ പാടയും വന്നതിരിട്ടു മുൻപിലങ്ങു ഗൗരവന്റെ പാടയും വന്നതിരിട്ടു മുൻപിലങ്ങു ഗൗരവന്റെ പാടയും വൻപാനാം ഭീഷ്മരും മറ്റും വൻപാനാം ഭീഷ്മരും മറ്റും വൻപാനാം ഭീഷ്മരും എന്തുതന്നെയായാലും ഈ ഒരു ആവേശം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓരോ സുധീഷ്, ആവേശം നമുക്ക് ഇനിയും പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. പുന്നമടയുടെ ആവേശത്തിലേക്ക് തന്നെയാണ് നമ്മൾ ഇനിയും പോകുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും മിഥുൻ അയ്യപ്പൻ കൂടി ചേരുന്നുണ്ട്. മിഥുൻ, ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു. 2 മണിയോടുകൂടിയായിരിക്കും ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം. ഉദ്ഘാടനവും 2 മണിക്ക് തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ സമയക്രമം എങ്ങനെയായിരിക്കും? ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കുമോ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ആരംഭിക്കുക? വള്ളംകളി പ്രേമികളെല്ലാം തന്നെ കാത്തിരിക്കുന്നത് ആ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾക്ക് വേണ്ടിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം. ആ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം, അതായത് ഒരുപക്ഷെ വിജയികളെ തന്നെ നിശ്ചയിക്കാൻ വളരെ നിർണായകമായിട്ടുള്ള ഹീറ്റ് മത്സരങ്ങളാണ് ഇനി അടുത്തതായി നടക്കേണ്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഇപ്പോഴിതാ ചുണ്ടൻ വള്ളങ്ങളെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പായിപ്പാടൻ വള്ളം ഇപ്പോൾ പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫിനിഷിംഗ് പോയിന്റിനേത് തന്നെ സമാനമായിട്ടുള്ള പ്രാധാന്യം സ്റ്റാർട്ടിംഗ് പോയിന്റിനുണ്ട്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള വിവാദമായിട്ടുള്ള വിഷയങ്ങൾ നടന്ന ഇടമാണ്, നിരവധി തർക്കങ്ങൾ നടന്ന ഇടമാണ്. ഇത്തവണ അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഫിനിഷിംഗ് സ്റ്റാർട്ടിംഗ് പോയിന്റുകളിലെ സംവിധാനങ്ങൾ കുറ്റമറ്റ രീതിയിൽ പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അധികൃതരെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ നമുക്കറിയാം, ഇന്ന് നടുഭാഗം ചുണ്ടൻ രാവിലെ നടുഭാഗം ചുണ്ടന്റെ ഭാഗത്ത് നമ്മൾ എത്തിയപ്പോൾ അവർ പറഞ്ഞതാണ്, കഴിഞ്ഞ തവണ നമ്മൾ പങ്കായം ഉയർത്തി നിൽക്കുന്ന സമയത്ത് തന്നെ സ്റ്റാർട്ട് ആരംഭിച്ചു, അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കിട്ടാവുന്ന ഒരു മേൽക്കോയ്മ അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടാവുന്ന ഒരു നമുക്ക് നീതിയുക്തമായിട്ടല്ല സ്റ്റാർട്ടിംഗ് സംഭവിച്ചത് എന്ന്, ഫൈനൽ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് സംഭവിച്ചത് എന്ന് അവർ കൃത്യമായി പരാതിപ്പെടുകയുണ്ടായി. അതിൻ്റെ കേസും എല്ലാം തന്നെ വിവിധ രീതിയിൽ കോടതിയിലൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏറെ ശ്രദ്ധാകേന്ദ്രമാണ്. അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏതാണ്ട് 2 മണിക്ക് ശേഷം തന്നെ ഈ വള്ളങ്ങളുടെ
ആരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ശേഷമായിരിക്കും ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. ഏതായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പുന്നമട കായൽ സജ്ജമാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റും പൂർണ്ണ സജ്ജമാണ്. ശരി, 71ാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് തുടക്കമായിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളുമായി ജനം TV സംഘവും തയ്യാറാണ്. വരും നിമിഷങ്ങളിലും ആവേശ പോരാട്ടം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നമുക്കിനി മറ്റു വാർത്തകൾ കൂടി നോക്കി വരാം. അയ്യപ്പ ഭക്ത സംഗമം നിയന്ത്രിക്കുന്നത് AKG സെന്ററിൽ നിന്നാണെന്ന് കുമ്മനം രാജശേഖരൻ. അയ്യപ്പ ഭക്ത സംഗമത്തിൽ ആര് പങ്കെടുക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറിയാണ് തീരുമാനിക്കുന്നതെന്ന് അദ്ദേഹം വിമർശിച്ചു. MV ഗോവിന്ദന്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ ഗതികേടാണിത്. ധർമ്മശാസ്താവാണ് അയ്യപ്പൻ. എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത്. അവിടെയാണ് പണത്തിന്റെ പേരിൽ ഭക്തരെ രണ്ട് തട്ടിലാക്കാൻ ദേവസ്വം ബോർഡും സർക്കാരും ശ്രമിക്കുന്നതെന്നും കുമ്മനം രാജശേഖരൻ കുറ്റപ്പെടുത്തി. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ സർക്കാർ പമ്പയിൽ നടത്താൻ പോകുന്ന പരിപാടി അയ്യപ്പന്മാരെ കബളിപ്പിച്ചുകൊണ്ട് ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമമാണെന്ന് ഹൈന്ദവ സംഘടനകളും BJPയും തുടക്കം മുതൽ തന്നെ ആരോപണം ഉന്നയിച്ചതാണ്. ഈ ആരോപണം ശരിവെച്ചുകൊണ്ട് ഭക്തർക്ക്, ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് സുഖസൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പ്രിവിലേജ് കാർഡ് നൽകിക്കൊണ്ട് 1 ലക്ഷം മുതൽ 3 കോടി വരെയുള്ള പണം സമാഹരിച്ചുകൊണ്ട് പ്രിവിലേജ് അനുവദിക്കുന്നതിനുള്ള ശ്രമം ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇതിനെതിരെയും വ്യാപകമായിട്ടുള്ള വിമർശനം ഉയരുകയാണ്. ശബരിമലയിലെ ഒരു പ്രാഥമിക തത്വമുണ്ട്. വ്രതം നോറ്റ് സന്നിധാനത്തേക്ക് എത്തുന്ന എല്ലാവരും അയ്യപ്പന്മാരാണെന്നുള്ള ആ തത്വം, അത് അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഭക്തർക്ക് പണം നൽകിക്കൊണ്ട് പ്രിവിലേജ് അനുവദിക്കാനുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്താണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ശബരിമല എത്തിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പന്മാരെ പണക്കാരെന്നും പാവപ്പെട്ടവരെന്നും ഒക്കെ തരംതിരിച്ച് വേർതിരിവുണ്ടാക്കി അവരിൽ വിവേചനാപൂർവം പെരുമാറുന്നത് അയ്യപ്പ ധർമ്മ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. ഇപ്പോൾ ഒരു പ്രിവിലേജ് കാർഡ് എല്ലാവർക്കും കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 10 ലക്ഷത്തിന് മുകളിൽ 20 ലക്ഷം വരെ കൊടുക്കുന്നവർക്ക് 5 ദിവസം അവിടെ താമസിച്ച് ദർശനം നടത്താം. അന്നദാനം അവരുടെ പേരിൽ നടത്തും. 20 ലക്ഷത്തിന് മുതൽ 30 ലക്ഷം വരെ ഉള്ളവർക്ക് ബ്രോൺസ് കാർഡ്, 30 ലക്ഷം തൊട്ട് 40 ലക്ഷം വരെയുള്ളവർക്ക് സിൽവർ കാർഡ്, 50 ലക്ഷത്തിന് മുകളിൽ 1 കോടി രൂപ വരുന്നവർക്ക് അവിടെ ഗോൾഡൻ കാർഡ്. ഇങ്ങനെ പല തരത്തിലുള്ള പ്രിവിലേജ് കാർഡുകൾ അച്ചടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ്. പണം തരുന്നവർക്കേ കൊടുക്കും, ലക്ഷങ്ങൾ കൊടുക്കുകയും വേണം. അയ്യപ്പൻ ധർമ്മശാസ്താവാണ്. അവിടെ ധർമ്മത്തിനാണ് വില. സമദർശനത്തിൻ്റെ സന്നിധാനമാണ് ശബരിമല. അവിടെ പണക്കാരനെന്നോ ഭരണാധികാരിയെന്നോ ഉള്ള വിവേചനമൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ കാണുന്ന, എല്ലാം അയ്യപ്പൻ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് വരുന്ന അവിടുത്തെ ഭക്തജനങ്ങൾക്ക് ഇത് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. ഒരു 10,000 പേര് ഈ തരത്തിൽ കാർഡെടുത്താൽ ആ 10,000 പേർക്ക് ദർശനം നടത്തിയിട്ടേ ബാക്കിയുള്ളവർക്ക് കിട്ടും. അതൊരു അന്യായമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ശബരിമലയ്ക്ക് ഒരു അടിസ്ഥാന തത്വമുണ്ട്, ഒരു പ്രതിഷ്ഠാ സങ്കല്പമുണ്ട്. ആ പ്രതിഷ്ഠാ സങ്കല്പം എന്ന് പറയുന്നത് ഭക്തന്മാരാണ് അയ്യപ്പൻ. വരുന്നവരൊക്കെ അയ്യപ്പന്മാരാണ്. ബാക്കി ഒരു ക്ഷേത്രങ്ങളിലും അങ്ങനെയില്ല, അവിടെയൊക്കെ ഭക്തന്മാരാണ്. പക്ഷേ ഇവിടെ അയ്യപ്പനാണ്. അവിടെ ആരാണോ ഇരിക്കുന്നത് ആ ആൾ തന്നെയാണ് ആ അയ്യപ്പൻ്റെ മുന്നിലെത്തുന്നവരും. അവരെ പണത്തിൻ്റെ പേരിൽ ധനാഢ്യനാണ് എന്നുള്ളത് കൊണ്ട് മുമ്പിൽ വന്ന് തൊഴുത് ആത്മനിർവൃതി നേടാം എന്ന് പറയുന്നത് അസമത്വമാണ്, അത് അനീതിയാണ്, അത് അസംബന്ധവുമാണ്. ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇത്തരത്തിലൊരു നീക്കവുമായി ദേവസ്വം ബോർഡ് ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത് അത് സഹിക്കാവുന്നതിനപ്പുറമാണ്. കാരണം ശബരിമല അയ്യപ്പ സംഗമം നടത്താൻ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്ന ലോക കേരള സഭയാണ്. ആ ലോക കേരള സഭ എല്ലാവർക്കും ഒരാഹ്വാനം നൽകിയിരിക്കുകയാണ്. പങ്കെടുക്കൂ. അവരാണ് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നത്. അവരുടെ ലെറ്റർ ഹെഡിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ലോഗോയാണ്, എംബ്ലമുണ്ട്. അപ്പോൾ കേരള ഗവൺമെൻറ് ഔദ്യോഗിക ലെറ്റർ ഹെഡിലാണ് അവർ ഈ ഒരു വലിയ ക്ഷണം നടത്തിയിരിക്കുന്നത്. എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അവർക്ക് ആരധികാരം കൊടുത്തു? ഗവൺമെൻറ്റിൻ്റെ രേഖ, ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ചിഹ്നം ഉപയോഗിച്ച് ഈ തരത്തിൽ അയ്യപ്പ സംഗമത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാനുള്ള അധികാരം അവർക്ക് എന്താണ്? അധികാരം അവരെടുക്കുകയാണ്. കാരണം അവരാണ് നടത്തുന്നത്. വലിയ പണക്കാരും മുതലാളിമാരും കോർപ്പറേറ്റ് ശക്തികളുമാണ്. അവരെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്.
അയ്യപ്പ സംഗമം എന്നുള്ള പേരിൽ നടത്തുന്ന ഒരു കോർപ്പറേറ്റ് സംഗമമാണ്. അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ശബരിമലയെ ഒരു വാണിജ്യ കേന്ദ്രമാക്കുക എന്നുള്ളതാണ്. ഒരു വ്യവസായ, വാണിജ്യ, കച്ചവട കേന്ദ്രമാക്കി മാറ്റിയെടുക്കുക. അതിൻ്റെ പിന്നിൽ, അയ്യപ്പ സംഗമത്തിൻ്റെ പിന്നിൽ താല്പര്യം വാണിജ്യ താല്പര്യമാണ്, കച്ചവട താല്പര്യമാണ്, കൊള്ളലാഭമാണ്. അവരുടെ കച്ചവട കണ്ണോടുകൂടിയാണ് അവർ നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ലോക കേരള സഭ രംഗത്ത് വരുന്നു, പ്രിവിലേജ് കാർഡ് അടിക്കുന്നു. ഇതൊക്കെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പന്മാർ എന്നും വിചാരിച്ചിട്ടുള്ളതും വിശ്വസിച്ചിട്ടുള്ളതും അവിടെ സമദർശനമാണ്. ഇനി അയ്യപ്പ സംഗമം നടക്കുന്നത് പമ്പയാണ്. ആ പമ്പ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പവിത്ര ഭൂമിയാണ്. ശബരിമല അയ്യപ്പൻ ദർശിക്കാൻ വേണ്ടി എത്തുന്ന അയ്യപ്പന്മാരെല്ലാവരും അവിടെയാണ് അവർ പമ്പ സദ്യ നടത്തുന്നത്, പമ്പ തർപ്പണം നടത്തുന്നത്, പമ്പ സ്നാനം നടത്തുന്നത്, അതുപോലെ പമ്പ വിളക്ക് നടത്തുന്നത്. ഇതെല്ലാം നിരോധിച്ചിരിക്കുകയാണ്. ഇതൊന്നും അവിടെ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അയ്യപ്പന്മാർക്ക് ആചാരാനുഷ്ഠാനങ്ങൾ നടത്താൻ നിരോധനമുള്ള ഒരു സ്ഥലത്ത് അയ്യപ്പ സംഗമം നടത്തുകയാണ്. അതും അവർ ക്ഷണിച്ച് കൊണ്ടുവരുന്ന 3000-ഓളം ആളുകളാണ്. അതും വിദേശങ്ങളിൽ നിന്നുള്ളവരാണ്, അതും പണക്കാരാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ, ആ സമ്മേളനത്തിൽ ആ സംഗമത്തിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. അതുമാത്രമല്ല, പമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ ചരിത്രം സൃഷ്ടിച്ച ശബരിമല പ്രക്ഷോഭത്തിൽ നിരവധി ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ്, മർദ്ദനമേറ്റ സ്ഥലമാണ്. അവിടെയാണ് തന്ത്രിമുഖ്യൻ്റെ സഹധർമ്മിണിയും കുടുംബാംഗങ്ങളും എല്ലാം അറസ്റ്റ് വരിച്ചത്. പോലീസ് വന്ന് യാതൊരു കാരണവും കൂടാതെ നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണ്, അവരെ കോടതി ഹാജരാക്കിയതാണ്. ഇന്നും ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് കോടതി കയറിക്കൊണ്ടിരിക്കുകയാണ്, യാതൊരു തെറ്റും ചെയ്യാത്തവരാണ്. അവർ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചു, ശരിയാണ്. ഇരുമുടിക്കേട്ട് ഏന്തിക്കൊണ്ടാണ് അവർ വന്നത്. അങ്ങനെ വന്നു എന്നുള്ളൊരൊറ്റ കാരണമല്ലാതെ മറ്റൊരു കാരണവും അവരുടെ അറസ്റ്റിനെ കുറിച്ച് പറയാനില്ല. ആചാരം സംരക്ഷിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആചാരങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത ആൾക്കാരെ അറസ്റ്റ് ചെയ്ത സർക്കാർ ഇപ്പോൾ ഞങ്ങൾ ആചാരം സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? ഇത് ആരാധനയുടെ ഭാഗമായിട്ടാണ് അയ്യപ്പ സംഗമം നടത്തുന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പം മുഖ്യമന്ത്രി ഇത് പറയുന്നത് ഇത് വികാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സമ്മേളനമാണെന്നാണ്. അപ്പോൾ അവിശ്വാസികൾ ആണോ വരേണ്ടത്? മുഖ്യമന്ത്രിക്ക് വിശ്വാസമുണ്ടോ? ഉദ്ഘാടകനാണല്ലോ. വിശ്വാസികളുടെ സംഗമമാണെങ്കിൽ വിശ്വാസമുള്ളയാൾ വേണ്ട അത് ഉദ്ഘാടനം ചെയ്യാൻ. ഇനി രണ്ടാമത്തെ കാര്യം, ഇന്നലെ പാർട്ടിയുടെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു, ഇതിലേക്ക് ഞങ്ങൾ വിശ്വാസികളെ ക്ഷണിക്കും, വർഗീയ കക്ഷികളെയും അതുപോലെ സംഘടനകളെയും ഞങ്ങൾ ക്ഷണിക്കില്ല. അദ്ദേഹം ആരാ ഇത് പറയാൻ? ഇത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആരെ വിളിക്കണം ആരെ വിളിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് പാർട്ടി സെക്രട്ടറിയാണ്. അപ്പോൾ ഇത്രയും നാളും വിചാരിച്ചത് ഇത് സെക്രട്ടേറിയറ്റിൽ നിന്നുകൊണ്ട് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരുമാണ് നിയന്ത്രിക്കുന്നതെന്നാണ് ഇത്രയും നാളും വിചാരിച്ചത്. ഇപ്പോൾ അതല്ല, AKG സെൻറ്ററിൽ നിന്നാണ് നിയന്ത്രിക്കുന്നത്. അയ്യപ്പ സംഗമം നടത്തുന്ന AKG സെൻറ്ററിൽ ഇരുന്നുകൊണ്ട് MV ഗോവിന്ദനാണ് എന്ന് വരുന്നത് ഈ നാടിൻ്റെ ഗതികേടെന്നേ എനിക്ക് പറയാൻ പറ്റും. ഈ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു വേദനിപ്പിക്കുന്ന, കുത്തി നോവിക്കുന്ന, ഏറ്റവും വലിയ ഒരു പരിക്കേൽക്കപ്പെടുന്ന ഒരു ദുരന്തമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. പമ്പയിൽ ഒരു തരത്തിലും ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ നടത്താൻ പാടില്ല എന്ന് കോടതി വിധിയുണ്ട്. ഇതിനു മുമ്പും പലരും സമ്മേളനത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. KP ശങ്കരൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. ക്ഷേത്രത്തിൽ ഇതുപോലുള്ള സർക്കാരിൻ്റെ ഇടപെടലുകൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മഹാസംഗമം എന്ന് പേരിൽ ആ ഒരു വ്യാജേന നടത്തുന്ന ഈ ഒരു വലിയ മാമാങ്കം, അല്ലെങ്കിൽ ഒരു മേള, ഒരു എക്സ്പോ എന്ന് വേണമെങ്കിൽ പറയാം, അത് തീർത്തും അയ്യപ്പന്മാർ നിരാകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ശക്തമായ പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങുമെന്ന് തന്നെയാണ് മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ പറയുന്നത്. ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി. അയ്യപ്പ ഭക്ത സംഗമത്തിൽ ബിന്ദു അമ്മിണിയെ പങ്കെടുപ്പിക്കാനുള്ള നീക്കം തന്ത്രപരമാണെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. ശബരിമല പ്രക്ഷോഭകാലത്ത് പോലീസ് സംരക്ഷണത്തോടെ ബിന്ദു അമ്മിണിയെ മലകയറ്റി. ഇപ്പോൾ അയ്യപ്പ ഭക്ത സംഗമത്തിനെത്തുമ്പോൾ അവരെ തടയും. എന്നിട്ട് അന്ധവിശ്വാസികളെ തടഞ്ഞു എന്നും തങ്ങൾ വിശ്വാസം സംരക്ഷിച്ചുവെന്നും പറയും. അതിനുള്ള നാടകമാണ് നടക്കുന്നതെന്നും കുമ്മനം രാജശേഖരൻ കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബിന്ദു അമ്മിണി എന്ന് പറയുന്ന ഒരാളെ ഇളക്കി വിട്ടിരിക്കുകയാണ് CPM തന്നെയാണ് ഇറക്കി വിടുന്നത്. CPM-ന് ഇറക്കിവിട്ട് ഈ ശബരിമലയിലേക്ക് വീണ്ടും കൊണ്ടുവരികയാണ്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഒരു സ്ഥലത്ത് അയ്യപ്പ മഹാസംഗമം നടത്തി അതിൽ മറ്റൊരു രീതിയിൽ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. വേറൊരു സ്ഥലത്തുകൂടി അയ്യപ്പന്മാരുടെ വികാരങ്ങളെ വീണ്ടും വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നു. ഇത് വളരെ ഒരു തന്ത്രപരമായ നീക്കമാണ്. ബിന്ദു അമ്മിണി വരുന്നു,
കഴിഞ്ഞ പ്രാവശ്യം പ്രക്ഷോഭം നടക്കുന്ന കാലത്ത് ബിന്ദുമണിക്ക് പോലീസ് സംരക്ഷണം എല്ലാം കൊടുത്ത് ശബരിമലയിൽ കൊണ്ടുപോയി തൊഴിയിച്ചു. അവിടുത്തെ ആചാരങ്ങൾ മുഴുവൻ ലംഘിച്ചു. അതും ഈ സർക്കാർ തന്നെയാണ്. ഇപ്പോൾ വരുന്നു, ഒരുപക്ഷെ തടയും. അപ്പോൾ പറയും, ബിന്ദു അമ്മയെ ഞങ്ങൾ തടഞ്ഞില്ലേ, ആചാരം ലംഘിക്കാൻ പോകുന്നവരെ തടഞ്ഞില്ലേ, ഞങ്ങൾ ആചാരം സംരക്ഷിച്ചില്ലേ എന്ന് പറയാൻ വേണ്ടിയാണ്. ഇതെല്ലാം ഒരു നാടകമാണ്, ഒരു കപട നാടകമാണ്. ശബരിമലയെ സുഖവാസ കേന്ദ്രമാക്കി മാറ്റാനുള്ള സർക്കാർ നീക്കത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്ത്. പണം വാങ്ങി സുഖദർശനത്തിനും സന്നിധാനത്ത് താമസിക്കാനുമുള്ള സൗകര്യം ഒരുക്കാനാണ് സർക്കാരും ദേവസ്വം ബോർഡും പദ്ധതിയിട്ടിരിക്കുന്നത്. 1 ലക്ഷം മുതൽ 3 കോടിയിലധികം നൽകുന്നവർക്ക് പ്രിവിലേജ് കാർഡും പ്രത്യേക സൗകര്യങ്ങളും നൽകാനാണ് നീക്കം. ലോക കേരള സഭയിൽ പങ്കെടുത്തവർക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പ് സർക്കാർ നൽകിക്കഴിഞ്ഞു. പ്രിവിലേജ് കാർഡുള്ളവർക്ക് ശബരിമലയിൽ പ്രത്യേക പരിഗണന ലഭിക്കുമെന്നാണ് വാഗ്ദാനം. എക്സിക്യൂട്ടീവ് ഓഫീസറെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ജനം ബ്രേക്കിംഗ്. വ്രതം നോറ്റ് ദർശനത്തിനെത്തുന്ന എല്ലാവരും അയ്യപ്പന്മാരെന്ന ശബരിമലയുടെ പ്രാഥമിക തത്വത്തെ തന്നെ പ്രിവിലേജ് കാർഡ് സംവിധാനത്തിലൂടെ അട്ടിമറിക്കുകയാണ് ദേവസ്വം ബോർഡ്. പണം നൽകാനുള്ള ആളുകളുടെ ശേഷിക്കനുസരിച്ചാണ് ശബരിമലയിൽ സൗജന്യ താമസവും പ്രത്യേക സൗകര്യങ്ങളും അനുവദിക്കുന്നത്. 1 ലക്ഷം മുതൽ 3 കോടിയിലധികം വരെ സംഭാവന നൽകാൻ കഴിയുന്ന ആളുകളെയാണ് പ്രിവിലേജ് കാർഡ് സംവിധാനത്തിന്റെ ഭാഗമാക്കിയത്. നോർമൽ, ബ്രോൺസ്, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, ഡയമണ്ട് എന്നിങ്ങനെ 6 വിഭാഗങ്ങളായാണ് തരംതിരിവ്. ഇതിൽ ബ്രോൺസ് മുതൽ ഡയമണ്ട് വരെയുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്ക് വർഷത്തിൽ 5 ദിവസം ശബരിമലയിൽ സൗജന്യമായി താമസിക്കാം. മണ്ഡലപൂജ, മകരവിളക്ക്, വിഷുപൂജ, ഉത്സവം, മാസപൂജ എന്നീ കാലയളവുകളിൽ ഓരോ ദിവസം എന്നതാണ് കണക്ക്. പ്രസാദ കിറ്റ്, ഡയറി, പമ്പയിൽ കാർ പാർക്കിങ്ങിന് മുൻഗണന എന്നിവയാണ് ആനുകൂല്യങ്ങൾ. പ്രത്യേക പരിഗണന ലഭിക്കുന്നവരുടെ എണ്ണം കാറ്റഗറി അനുസരിച്ച് 1 മുതൽ 5 വരെയാണ്. 1 ലക്ഷം മുതൽ 10 ലക്ഷം വരെ സ്പോൺസർഷിപ്പ് നൽകുന്ന നോർമൽ കാറ്റഗറിക്ക് മുറി ബുക്കിംഗിൽ മുൻഗണന മാത്രമാണ് നൽകുക. സ്പോൺസർഷിപ്പ് നൽകി അടുത്ത 10 വർഷത്തേക്കാണ് എല്ലാ പ്രിവിലേജ് കാർഡുകളും അനുവദിക്കുന്നത്. ഓരോ വിഭാഗത്തിനും അവർക്ക് ലഭിക്കേണ്ട പ്രത്യേക പരിഗണന ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്കും. അതേസമയം അയ്യപ്പ ദർശനത്തിന് വിരുദ്ധമായി ഭക്തരെ പണത്തിന്റെ പേരിൽ പ്രത്യേക വിഭാഗങ്ങളായി വേർതിരിക്കുന്നതിനെതിരെ വിമർശനം ശക്തമാവുകയാണ്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. അയ്യപ്പ ഭക്ത സംഗമത്തെ അനുകൂലിച്ച NSS സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെ BJP നേതാവ് കുമ്മനം രാജശേഖരൻ. NSS ഭക്തരുടെ വികാരത്തെ മാനിക്കണം. നേരത്തെ സമരത്തിൽ പങ്കെടുത്ത ഒട്ടേറെ കരയോഗം അംഗങ്ങളുടെ മക്കൾക്ക് ഇനിയും പാസ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഓർക്കണമെന്നും കുമ്മനം രാജശേഖരൻ കൂട്ടിച്ചേർത്തു. അയ്യപ്പ സംഗമത്തിനെതിരെ അയ്യപ്പന്മാരിലുണ്ടായിരിക്കുന്ന വികാരങ്ങളെ മാനിക്കണം എന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളൂ. അയ്യപ്പ വികാരത്തെ മാനിക്കണം. നിരവധി കരയോഗം പ്രസിഡന്റുമാരുടെ മക്കളും പ്രസിഡന്റുമാരും ഒക്കെ കേസുകളിൽ കുടുങ്ങി ഇന്നും കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ കോടതിയിൽ ഇന്ന് കേസിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവരുടെയൊക്കെ തൊഴിൽ, അവരുടെയൊക്കെ ഭാവി അപകടത്തിലാണ്. ഈ കേസുകാരൻ പലർക്കും പാസ്പോർട്ട് എടുക്കാൻ നിവൃത്തിയില്ല, ജോലി കിട്ടുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിനോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ. നവഭാരത്, നവ ഛത്തീസ്ഗഡ്. രാജ്യത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന വ്യാവസായിക കേന്ദ്രമായി മാറുകയാണ് ഛത്തീസ്ഗഡ്. വിഷ്ണുദേവ് സായി സർക്കാരിന്റെ പുതിയ വ്യവസായ നയം നിരവധി നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നു. സാധ്യതകളുടെ നാടായി കൂടി മാറുകയാണ് സംസ്ഥാനം. छत्तीसगढ़ में परिवर्तन तय हो गया है. ये जो उत्साह यहां दिख रहा है, ये परिवर्तन का उद्घोष है. ഉത്പാദനം, സേവനം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പുതിയ നയവുമായി ഛത്തീസ്ഗഡ് വ്യാവസായിക വിപ്ലവത്തിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിഷൻ 2047 അനുസൃതമായാണ് വിഷ്ണുദേവ് സായി സർക്കാർ പുതിയ നയം രൂപപ്പെടുത്തിയത്.
കഴിഞ്ഞ 6 മാസത്തിൽ 6.75 ലക്ഷം കോടിയുടെ നിക്ഷേപം ആകർഷിക്കാൻ സംസ്ഥാനത്തിനായി. ഇതിൽ 3 ലക്ഷം കോടി ഊർജ്ജ മേഖലയിൽ മാത്രമാണ്. പരമ്പരാഗത ഖനവ്യവസായം മാത്രമല്ല, IT, സെമി കണ്ടക്ടർ തുടങ്ങിയ മേഖലകളിലും നിക്ഷേപം കുമിയുന്നു. ജൂലൈ 1 സംഘടിപ്പിച്ച ഇൻഡസ്ട്രി ഡയലോഗിലൂടെ 1.25 ലക്ഷം കോടിയുടെ നിക്ഷേപമെത്തി. മേക്ക് ഇൻ ഇന്ത്യ, വോക്കൽ ഫോർ ലോക്കൽ എന്നിവയുടെ പ്രതിഫലനമാണ് പുതിയ നയം. അമൃതകാൽ ഛത്തീസ്ഗഡ് വിഷൻ 2047 ആണ് വികസന മുദ്രാവാക്യം. ആധുനിക കൃഷി മുതൽ കളിപ്പാട്ട വ്യവസായം വരെ നയം ഒന്നുപോലെ പ്രോത്സാഹിപ്പിക്കുന്നു. വിനോദസഞ്ചാരം, ഹോട്ടൽ ബിസിനസ്സുകൾക്കും ഇളവുകൾ ഏറെ. ചരക്ക് ഗതാഗതവും വ്യാപാരവും എളുപ്പമാക്കാൻ പുതിയ ലോജിസ്റ്റിക് നയം കൂടി സർക്കാർ അവതരിപ്പിച്ചു. സംസ്ഥാനത്തെ ലോജിസ്റ്റിക് ഹബ്ബാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആഭ്യന്തര വ്യവസായങ്ങൾക്കൊപ്പം വിദേശ നിക്ഷേപത്തിനും പ്രോത്സാഹനം നൽകുന്നു. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ അടിസ്ഥാന സൗകര്യ വികസനവും വ്യാവസായിക പാർക്കുകളും വികസിപ്പിക്കുന്നു. IT, ഫാർമസ്യൂട്ടിക്കൽസ്, ഇലക്ട്രോണിക് നിർമ്മാണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് റായ്പൂരിനടുത്ത് പ്രത്യേക സാമ്പത്തിക മേഖല പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാജ്യത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ഡാറ്റ പാർക്ക് റായ്പൂരിൽ വരികയാണ്. 11,000 കോടി സെമി കണ്ടക്ടർ യൂണിറ്റും നിലവിൽ വരും. നവ റായ്പൂരിൽ 200 ഏക്കർ മെഡിക്കൽ സിറ്റി, ഫാർമസ്യൂട്ടിക്കൽ ഹബ്ബ് തുടങ്ങിയ മെഗാ പദ്ധതികൾ പുരോഗമിക്കുന്നു. മൂലധന നിക്ഷേപം, പലിശ സബ്സിഡികളും നികുതി ഇളവുകളും നിക്ഷേപകരെ ആകർഷിക്കുന്നു. സ്വസ്ഥ് ഓർ സുഖി ഛത്തീസ്ഗഡ്, ആരോഗ്യ സന്തുഷ്ട ഛത്തീസ്ഗഡ് എന്ന ദർശനവുമായാണ് വിഷ്ണുദേവ് സായി സർക്കാർ പ്രവർത്തിക്കുന്നത്. ഒരു കാലത്ത് ഭീകരപ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട സംസ്ഥാനമാണെന്ന് വ്യവസായ വികസനത്തിന്റെ പേരിൽ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. സൈനികരെയും രാജ്യത്തെയും ഹൃദയത്തോട് ചേർത്ത തികഞ്ഞ രാജ്യസ്നേഹിയായിരുന്നു അന്തരിച്ച എയർ കമ്മഡോർ MK ചന്ദ്രശേഖർ. വർഷങ്ങളോളം പോരിന്റെ വിഹായസിൽ പറത്തി ഹൃദയബന്ധം സ്ഥാപിച്ച ഡക്കോട്ട വിമാനം നവീകരിച്ച് സൈന്യത്തിന് കൈമാറാൻ മുൻകൈയെടുത്തതും മാങ്ങാട്ടിൽ കാരക്കാട് ചന്ദ്രശേഖർ എന്ന MK ചന്ദ്രശേഖർ ആയിരുന്നു. 1947 ജമ്മു കാശ്മീർ പിടിച്ചെടുക്കാനുള്ള പാക് നീക്കം പ്രതിരോധിക്കാൻ ശ്രീനഗറിൽ പറന്നിറങ്ങിയ ഡക്കോട്ട വിമാനമാണ് വർഷങ്ങൾക്ക് ശേഷം MK ചന്ദ്രശേഖറിലൂടെ വീണ്ടും സൈന്യത്തിന്റെ കയ്യിലെത്തിയത്. മകനും BJP സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിലൂടെയാണ് ഈ സ്വപ്നം MK ചന്ദ്രശേഖർ സാധ്യമാക്കിയത്. രാജീവ് ചന്ദ്രശേഖർ ഇംഗ്ലണ്ടിൽ നിന്നും തിരികെ കൊണ്ടുവന്ന് നവീകരിച്ച് വ്യോമസേനയ്ക്ക് സമർപ്പിച്ചിരുന്നു. 1954 മുതൽ 86 വരെ 32 വർഷക്കാലം MK ചന്ദ്രശേഖർ ഭാരതീയ വ്യോമസേനയുടെ ഭാഗമായിരുന്നു. മികച്ച വൈമാനികനായിരുന്ന അദ്ദേഹം തന്റെ കരിയറിലധികവും ഡക്കോട്ട DC-3 വിമാനങ്ങളാണ് പറത്തിയിരുന്നത്. 1947 മുതൽ 71 വരെ ഇന്ത്യയുടെ വ്യോമസേനയുടെ അഭിമാനമായിരുന്നു ഡക്കോട്ട വിമാനങ്ങൾ. പാകിസ്ഥാനും ബംഗ്ലാദേശുമായി നടന്ന യുദ്ധങ്ങളിലും MK ചന്ദ്രശേഖർ പങ്കെടുത്തിട്ടുണ്ട്. വൈമാനിക ജീവിതത്തിൽ 11,000 മണിക്കൂറിലധികം വിമാനങ്ങൾ പറത്തി. ജോർഹട്ടിലെ വ്യോമസേനാ സ്റ്റേഷനിൽ നിന്ന് എയർ ഓഫീസർ കമാൻഡിംഗ് പദവിയിലാണ് വിരമിച്ചത്. ത്യാഗനിർഭരമായ സേവനങ്ങൾക്ക് അദ്ദേഹത്തിന് വിശിഷ്ട സേവാ മെഡലും വായുസേനാ മെഡലും ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാവായിരുന്ന രാജേഷ് പൈലറ്റിനെ പോലുള്ള നിരവധി വൈമാനികരെ അദ്ദേഹം പരിശീലിപ്പിക്കുകയും ചെയ്തു. വിരമിച്ച ശേഷം MK ചന്ദ്രശേഖർ ബംഗളൂരുവിലേക്ക് താമസം മാറ്റി. അവിടെ വിരമിച്ച സൈനികരുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ സജീവവുമായി. ബാംഗ്ലൂർ നാഷണൽ മാർട്ടിയേഴ്സ് പാർക്ക് ഉൾപ്പെടെയുള്ള നിരവധി സ്മാരകങ്ങൾ സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ന്യൂസ് ഡെസ്ക്, ജനം. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.